ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷെയ്ക്കാണ് കേട്ടോ. ചിങ്ങമ്പഴം വെച്ചൊരു ഷെയ്ക്ക്. ചിങ്ങമ്പഴം കണ്ട, ഈ ഒരു ചിങ്ങമ്പഴം രണ്ടെണ്ണം എടുക്കാം കേട്ടോ. ഈ ചിങ്ങമ്പഴം വെച്ചൊരു ഷെയ്ക്ക് ഉണ്ടാക്കാം നമുക്ക്. ഇത് രണ്ടെണ്ണം മതി, നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഈ ഷെയ്ക്ക് ഉണ്ടാക്കാൻ പഴം മാത്രം പോരല്ലോ, അതിൻ്റെ കൂടെ ഒരു 5 കശുവണ്ടിപ്പരിപ്പ് ചതച്ച് വെച്ചേക്കുവാണ്. മിക്സിയിലിട്ട് അരയൂല അല്ലെങ്കിൽ പഴത്തിൻ്റെ കൂടെ. പിന്നെ 2-3 ബദാമുണ്ട്, അതും ഇടികല്ലിലിട്ട് ചതച്ച് വെച്ചിരിക്കുവാണ്. പിന്നെ ഈത്തപ്പഴം, ഒരു 3 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി ഏലക്ക കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ഹെൽത്തിയായ ഒരു ഫുഡാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മിക്സിയിലേക്ക് പഴം എടുത്തിടാം. പഴത്തിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞതിലേക്ക് ഇടാം കേട്ടോ. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഈ ഒരു ഫുഡ് ഷേക്ക് ഉണ്ടാക്കി കുടിച്ചാലുണ്ടല്ലോ, നല്ല ആരോഗ്യം കിട്ടും. നല്ലോണം ആരോഗ്യം ഉണ്ടാവും. ഹെൽത്തിയാണ് ഈ സാധനം. ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. അപ്പോൾ നമ്മൾ 2 ചിങ്ങമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. അതിൻ്റെ കൂടെ നമ്മൾ ഇതും കശുവണ്ടിപ്പരിപ്പ്, 5 പൊളി കശുവണ്ടിപ്പരിപ്പ്, പിന്നെ ബദാമോ 3-4 ഉണ്ട്, പിന്നെ ഈത്തപ്പഴം, ഇതും കൂടി ഇടാം കേട്ടോ. ഏലക്ക ഇടുന്നുണ്ട് ഞാൻ, ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. ഞാൻ 1-2 ഇടണമെന്നുണ്ട് കേട്ടോ. അതിൽ ഒന്ന് പൊളിച്ച് തൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇടാവേ. നല്ല ഒരു ഷേക്കാണ്, നല്ലൊരു ഹെൽത്തി ആയ ഒരു ഫുഡുമാണിത്. കഴിച്ച് നോക്കണം, ഉണ്ടാക്കി കഴിക്കണം, നല്ലൊരു ടേസ്റ്റാവും. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തിളച്ച വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പാല് തിളപ്പിച്ച വെള്ളമാണിത്. പാല് തിളപ്പിച്ച പാത്രത്തിലേക്ക് ഒഴിച്ചതാണ്. അപ്പം ഈ പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. കണ്ടോ, ഇതിൽ നിന്ന് ഒരു 1/4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്, പാല് തിളപ്പിച്ച പാത്രമാണ് കേട്ടോ. അത് കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ച് അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് എന്താണെന്നറിയാമോ? ഇനി വേണ്ടത് ബൂസ്റ്റാണ്. കണ്ടോ, നമ്മൾ ചെറിയ പാക്കറ്റ് മേടിച്ചാൽ മതി കേട്ടോ. ഈ കുപ്പി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേസ്റ്റായി പോകും. നമ്മൾ എപ്പോഴും ഈ ചെറിയ പാക്കറ്റ്, നമുക്ക് 1 ഗ്ലാസ് ചായ എടുക്കുമ്പോൾ പാലെടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു പാക്കറ്റ് ഇട്ടാൽ മതിയാവും. അപ്പോൾ ഞാൻ ഈ ബൂസ്റ്റാണ് എടുക്കണത് കേട്ടോ. ഇതിലേക്ക് ഇടണം കേട്ടോ, ഒരു പാക്കറ്റ് ഇട്ട്. അപ്പം നമുക്ക് ഇതിന് മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിത് അടിച്ച് വന്നിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല് ഒഴിക്കണം. നമ്മൾ പാല് തിളപ്പിച്ച പാത്രം കഴുകിയ ഇതാണ്. അതിനകത്ത് നല്ല കൊഴുപ്പുള്ള പാത്രമാണ്. പാലും വെള്ളമായിരുന്നു, വെള്ളം. അപ്പം ഇതാണ് ഈ 1 ഗ്ലാസ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാല് നമ്മൾ പാക്കറ്റ് പാലല്ല, ഏത് പാല് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇതാണ് എടുത്തേക്കണം കേട്ടോ. ചെറിയ പാക്കറ്റ് 17 രൂപ ചില്ലറയേ ഉള്ളൂ ഇതിൻ്റെ വില. അപ്പോൾ ഒന്നും കൂടി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. പാലെടുത്ത ഗ്ലാസ്
നമ്മൾ കണ്ടല്ലോ, ചിങ്ങമ്പഴം വെച്ച് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയതാണ്. ഇതിൽ വേണമെങ്കിൽ കുറച്ച് അവലൊക്കെ കൂടി ചേർക്കാൻ കേട്ടോ. ഞാൻ അവൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഷെയ്ക്ക് ഒന്ന് കുടിച്ച് നോക്കണം. അടിപൊളി സാധനമാണ്, ഹെൽത്തിയുമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല ഹെൽത്തി ആയ ഫുഡാണ്. അപ്പോൾ ഒരു കാര്യം പറയണ്ട, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് ഇത് കുടിച്ച് നോക്കിയിട്ട് അടുത്ത വീഡിയോ വരേക്കും. ബൈ.